നേത്രാവതി പുഴയും അറബിക്കടലും കൈകോർക്കുന്ന കാസർഗോഡ് മുതൽ വേളിക്കായലും അറബിക്കടലും കൈകോർക്കുന്ന തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകൾ. ആ 14 ജില്ലകളിലെ 140 നിയോജക മണ്ഡലങ്ങൾ. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങൾ. ആ 140 നിയോജക മണ്ഡലങ്ങളിൽ ഇത്തവണ 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും ഐക്യജനാധിപത്യ മുന്നണിയും പറയുന്നത്. 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരായ ശക്തമായ ജനവികാരമാണ് കേരളത്തിലുള്ളത്. ആ ജനവികാരം തങ്ങൾക്ക് അനുകൂലമായി മുതലാക്കാൻ കഴിഞ്ഞാൽ ഇത്തവണ 100+ സീറ്റുമായി അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുകയാണ്. 10 വർഷമായി അധികാരത്തിന് പുറത്തുള്ള കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇത്തവണ എന്ത് വില കൊടുത്തും അധികാരത്തിലേക്ക് തിരിച്ചു വരണം. അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച മുന്നണി മുന്നോട്ട് പോവുകയാണ്. വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്ര മലബാറിലെ പര്യടനം പൂർത്തിയാക്കി മധ്യ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ആവേശോജ്വലമായ സ്വീകരണമാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ലഭിക്കുന്നത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 100 സീറ്റ് നേടുക എന്ന അത് ഐക്യമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം 14 ജില്ലകളിലെ എടുത്തു പരിശോധിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായ കോൺഗ്രസിന് ഒരു സീറ്റ് പോലുമില്ല. 2 സീറ്റാണ് മുസ്ലിം ലീഗിനുള്ളത്, മഞ്ചേശ്വരവും കാസർഗോഡും. അതേസമയം കണ്ണൂരിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് 2 സീറ്റാണുള്ളത്, അതായത് പേരാവൂരും ഇരിക്കൂറും. തൊട്ടിപ്പുറം കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സീറ്റ് മുസ്ലിം ലീഗിന്, കൊടുവള്ളി. കോൺഗ്രസിന് സീറ്റില്ല, അസോസിയേറ്റ് മെമ്പറായ RMPക്ക് വടകര. വയനാട്ടിലേക്ക് വരുമ്പോൾ 3-ൽ 2 സീറ്റും കോൺഗ്രസിനാണ്, സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും. മലപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സമ്പൂർണ്ണാധിപത്യമാണ്. തൃശ്ശൂരിൽ ഒരു സീറ്റ് മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. എറണാകുളത്ത് ഐക്യജനാധിപത്യ മുന്നണി സമ്പൂർണ്ണാധിപത്യമാണ്. പാലക്കാട്, മണ്ണാർക്കാട് മുസ്ലിം ലീഗിനും പാലക്കാട് കോൺഗ്രസുമാണ് ജയിച്ചത്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഹരിപ്പാട് മാത്രമാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത്. കോട്ടയത്ത് വരുമ്പോൾ കോട്ടയത്ത് കേരള കോൺഗ്രസിനും സീറ്റുണ്ട്. തൊട്ടപ്പുറത്ത് പത്തനംതിട്ടയിൽ ഐക്യജനാധിപത്യ മുന്നണി സംപൂജ്യരാണ്. ഇടുക്കിയിൽ കേരള കോൺഗ്രസ് ജോസഫിന്റെ ഒരു സീറ്റ് മാത്രമാണുള്ളത്. കൊല്ലത്ത് കരുനാഗപ്പള്ളിയും അതോടൊപ്പം തന്നെ കുണ്ടറയുമാണ് കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റ്. മറ്റ് കക്ഷികൾക്കൊന്നും അവിടെ സീറ്റില്ല. തൊട്ടിപ്പുറത്തെ തിരുവനന്തപുരം, സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കോവളം മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലുള്ളത്. അതുകൊണ്ട് തന്നെ 100 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ വലിയ തരത്തിലുള്ള പോരാട്ടം കാഴ്ചവെക്കണം. അതിനുവേണ്ടി ശക്തമായ ഭരണവികാര സംസ്ഥാനത്തുണ്ട്. ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്ന തീർന്നില്ല. ഹൈക്കമാൻഡ് കേരളത്തിന്റെ ചുമതല നൽകിയിരിക്കുന്ന മധുസൂദനൻ മിസ്ത്രിക്കാണ്. മധുസൂദനൻ മിസ്ത്രിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത് ഒന്ന്, രാജസ്ഥാനിൽ തളർന്നു കിടന്ന കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അധികാരത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ അഹോരാത്രം പ്രയത്നിച്ച രാജസ്ഥാന്റെ മുൻ ഉപമുഖ്യമന്ത്രി അന്തരിച്ച യശരീരനായ കോൺഗ്രസ് നേതാവ് രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റാണ് ഒന്ന്. 2, JNUവിലെ തീപ്പൊരി നേതാവ് മുൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായ കനയ്യകുമാർ. 3, KJ ജോർജ് എന്ന കന്നഡ രാഷ്ട്രീയത്തിലെ ചാണക്യനായ രാഷ്ട്രീയക്കാരൻ. ഈ മധുസൂദനൻ മിസ്ത്രിക്കൊപ്പം ഈ 3 പേരാണ് കേരളത്തിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ളത്. അതോടൊപ്പം തന്നെ വിപുലമായ കേരളത്തിലെ നേതാക്കന്മാർ K മുരളീധരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കന്മാർ തോളോട് തോൾ ചേർന്ന് ഇത്തവണ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ് അതിന്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരുമെന്നാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ക്യാമ്പ് പറയുന്നത്. 2010 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് സമാനമായി 2025 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയവും ഐക്യജനാധിപത്യ മുന്നണി ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടി 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയത്തോടുകൂടി സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെയും UDFന്റെയും ശുഭാപ്തി വിശ്വാസം. എന്തായാലും കോൺഗ്രസ് അതിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കും. ഗ്ലാമർ താരങ്ങളെല്ലാം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രചരണത്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സച്ചിൻ പൈലറ്റും DK ശിവകുമാറും രേവന്ത് റെഡ്ഡിയും സിദ്ധരാമയ്യയും അടക്കമുള്ള കോൺഗ്രസിന്റെ 1ാം നിര 2ാം നിര നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും കടന്നു വരുമ്പോൾ കോൺഗ്രസ് അതിന് ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം നേടി തവണ അധികാരത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്.